മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 35ാമത് പട്ടിക്കാട് എംജിഎം കൺവെൻഷന് തുടക്കമായി. ഫെബ്രുവരി 15 ഞായർ മുതൽ 22 ഞായർ വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. പട്ടിക്കാട് എംജിഎം നഗറിൽ തുടങ്ങിയ കൺവെൻഷന്റെ ഉദ്ഘാടനം കുന്നംകുളം ഭദ്രാസനം അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലീത്ത നിർവഹിച്ചു. കൊച്ചി ഭദ്രാസനം അഭിവന്ദ്യ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസ് മെത്രോപൊലീത്ത അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ഫാദർ ഗീവർഗീസ് ജേക്കബ്, ജനറൽ കൺവീനർ ഫാദർ ജോൺ ജോർജ്, ജോയിന്റ് കൺവീനർ കെ പി ഔസേപ്പ്, സെക്രട്ടറി ബിനോയ് എബ്രഹാം തച്ചാട്ട്, ട്രഷറർ ഷിബു വർഗീസ് മാമല എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ആൾ എന്ന നിലയിൽ ഏറെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കരിപ്പുകുന്നമാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളി, ആ പള്ളിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലം ഈ കുരിശുതൊട്ടിയുടെ ചേർന്നപ്പുറത്തുണ്ടായിരുന്നു നമുക്കറിയാം. അവിടെ അച്ഛന്മാര് നേതൃത്വം കൊടുത്ത് നടന്നുവരെ ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ സെക്രട്ടറിമാർ അന്തോണിയോസ് കൊണ്ട് ആ പള്ളിയോട് ആവശ്യപ്പെടുകയും ഈ പ്രദേശത്തുള്ള ദേവാലയത്തിന്റെ ചുമതലക്കാരെ ഒരുമിച്ച് കൂട്ടി നമുക്കിത് ഒരുമിച്ചുള്ളതായ ഒരു പ്രാർത്ഥനാ യോഗം, ഒരു സുവിശേഷ യോഗമായി രൂപാന്തരപ്പെടുത്തണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനെ തുടർന്ന് എംജിഎം കൺവെൻഷൻ, അന്നും എംജിഎം കൺവെൻഷൻ എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്, കരിപ്പക്കുന്ന് പള്ളിയാണ് നടത്തിയിരുന്നത് മാത്രമേ ഉള്ളൂ. ആ കൺവെൻഷൻ രൂപപ്പെട്ടു. 35 വർഷങ്ങൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഈ സമയത്ത് ഈ കൺവെൻഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏറെ ശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത അനേകർ മൺമറഞ്ഞു പോയിരിക്കുന്നു. അവരെ ആദ്യമേ ഒരു നിമിഷം ഓർക്കുകയാണ് ദൈവസന്നിധിയിൽ. അതിനുശേഷം ഇപ്പോൾ ഈ കുരിശുതൊട്ടിയോട് ചേർന്ന് നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട മറ്റൻ ജോർജ് അച്ഛന്റെ നേതൃത്വത്തിൽ വലിയൊരു പരിശ്രമമുണ്ടായി. അത് നമുക്ക് ലഭിക്കുകയും അതിന്റെ എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ സ്വന്തമായ ഒരു സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുകയും സുവിശേഷത്തിന്റെ വചനങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുകയാണ്. 35 വർഷങ്ങൾ ഒരു സുവിശേഷ യോഗം, അതും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു സുവിശേഷ യോഗം, മലങ്കര സഭയിൽ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു സുവിശേഷ യോഗം കാര്യമായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇവിടെ ഈ ഒരാഴ്ചയും അത് അവസാനിക്കുമ്പോൾ തന്നെ കൂടുതൽ ദിവസങ്ങൾ അനിവാര്യമാണെന്ന തോന്നലും വിശ്വാസവും പ്രാർത്ഥനയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. അതിവിടെ നിന്ന് ലഭിക്കുന്നതായ സുവിശേഷത്തിന്റെ ധ്വനിയാണ്. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കണം. 35 വർഷക്കാലം ഈ പ്രദേശത്ത്, പട്ടിക്കാട് പ്രദേശത്ത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സുവിശേഷത്തിന്റെ ശബ്ദം ഉയർന്നു എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിന്റെ അടിയറിൽ പ്രവർത്തിച്ചു വന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്ന വൈദികരുണ്ട്, മേൽപ്പെട്ടക്കാരുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ദൈവജനമുണ്ട്. അവരൊക്കെയും വളരെ താല്പര്യത്തോടു കൂടി കൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ 35 വർഷവും ഇതുപോലെ തന്നെ ഒരാഴ്ചക്കാലം തന്നെ നിലനിൽക്കുന്ന സുവിശേഷ യോഗത്തിന് വേദിയാകുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചത് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ആദ്യമേ ഓർക്കട്ടെ. ഈ ദിവസങ്ങളൊക്കെ ദൈവവചനം ഇവിടെ വിളമ്പിത്തരുവാൻ തക്കവണ്ണം, ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം പലരെയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലെയും ദൈവവചനം കേൾവിക്ക് വേണ്ടി നമ്മുടെ ഇടവകളിലെ ആളുകളൊക്കെയും ഒരുമിച്ച് സ്നേഹത്തോടെ കടന്നു വരണമേ എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 35ാമത് എംജിഎം കൺവെൻഷന്റെ പ്രഥമ വേദിയാണ് ഇന്നത്തെ ഈ മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത് അഭ്യുന്നനായ നമ്മുടെ ഇടവമെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണ്, ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസ് തിരുമനസ്സുകൊണ്ടാണ്. തിരുമേനിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് ശരിയല്ല, കാരണം ഈ യോഗത്തിന്റെ അധ്യക്ഷനും ഇതിന്റെ പ്രസിഡന്റും ഒക്കെ തിരുമേനി തന്നെയാണ്. തിരുമേനിയാണ് നമ്മളെ ക്ഷണിച്ച് ഈ വേദിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. തിരുമേനിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത് അധികമാകും എന്ന ഓർമ്മപ്പെടുത്തലോടെ അഭ്യുന്നനായ യാക്കൂബ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സിനെ ഏറെ സ്നേഹ ആദരവുകളോടെ ഹൃദയപൂർവ്വം ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അയൽ ഭദ്രാസനമായ കുന്നംകുളം ഭദ്രാസനത്തിന്റെ അധിപനായ
അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ യൂലിയോസ് സ്റ്റീവൻസിനും ഇവിടെ ഈ സ്റ്റേജ് നിറയെ കാണുന്ന വൈദികർക്ക്, വേദിയിലിരിക്കുന്ന എല്ലാ അമ്മമാർക്കും അപ്പന്മാർക്കും സഹോദരങ്ങൾക്കും, ചെറുപ്പക്കാരെ കാണുന്നില്ല, എല്ലാവർക്കും നമസ്കാരം. കൊച്ചി, കുന്നംകുളം, തൃശ്ശൂർ ഈ 3 ഭദ്രാസനങ്ങളുടെ ഒരു സുവിശേഷ സംഗമ സ്ഥാനമാണ് ഈ MGM വേദി. 34 വർഷം ചരിത്രമുണ്ടെന്ന് ഇതിന്. 35ാമത്തെ വയസ്സിലൊക്കെ കയറി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി കഴിഞ്ഞ് കുറേ ആയി. നമ്മളതിരുന്ന് ആലോചിച്ച് നോക്കാം, എന്തിനാണ് ഈ സുവിശേഷ യോഗം നടക്കുന്നത്? 34 വർഷം നടന്നു. ഇതിനെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? പുസ്തകം കേൾക്കാനെന്ന് പറഞ്ഞുകളെ ഇങ്ങനെ ഒരു സുവിശേഷ സംഗമം നടക്കുന്നത് പ്രഥമമായി നമുക്ക് ഒന്നിച്ചു വരാൻ വേണ്ടിയിട്ട്. ഇതൊരു കൂട്ടായ്മയാണ്. ഒന്നിച്ചു വരികയും ബൈബിൾ പഠനം നടത്തുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ അനുവർത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ കേട്ടതുപോലെ നമ്മൾ നോമ്പിനെ സ്വാഗതം ചെയ്യും. അന്നേരം ഇവിടെ ഉണ്ടായിരുന്നൊരു വീട്ടിലാണ് നോമ്പ് സമാധാനത്തോടെ സ്ത്രീയുടെ പ്രയോഗമാണ്. വെൽക്കം ചെയ്യുക, നോമ്പിനെ വെൽക്കം ചെയ്യുകയാണ്. ഇത് തന്നെ ആശാരിച്ച് വരുമ്പോഴും കഷ്ടാനുഭവമേ സമാധാനത്തോടെ വരികയാണ്. നോമ്പ് നമ്മളെ വെൽക്കം ചെയ്യാതെ നമ്മൾ നോമ്പിനെ വെൽക്കം ചെയ്യാമെന്ന് ചിന്തിച്ചു നോക്കി കണ്ടു. ഇപ്പൊ നമ്മൾ ഏതോ ഒരു ദൈവാത്മാവിൽ നോമ്പിനെ സ്വാഗതം ചെയ്യുകയാണ്. മനുഷ്യനല്ലാതാക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ പിശാചിന്റെ ശക്തികൾ ജയിക്കാൻ ഇത് ഞങ്ങൾക്ക് വേണം. നോമ്പ് ഇപ്പം നമ്മളൊന്നും ഡിനൈ ചെയ്യാൻ ഒക്കത്തില്ല. നമ്മളെല്ലാം ഈ പിശാചിന്റെ വിളയാട്ടം നല്ലതുപോലെ ഉണ്ട്. നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിക്കുക, അത് വേറൊരു വിഷയം. പക്ഷെ പൈശാചികമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തന്നെ അനുവാദം കൊടുക്കണം. പിശാചി ബലമായിട്ട് ആരെയും കയറി പിടിക്കണം. നമ്മൾ അനുവാദം കൊടുത്തതിൽ മാത്രമേ പിശാചി നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ. യേശുക്രിസ്തുവിന്റെ പ്രലോഭനങ്ങൾ 3 അവിടെ താഴോട്ട് ചാടിക്കുമെന്ന് പറയുന്നതല്ല, തല്ലിയിടാനൊക്കെ നമ്മുടെ അനുമതി, മാനസികമായ അനുമതി കൂടാതെ ഒരു പൈശാച ശക്തി നമ്മൾ പ്രവർത്തിക്കുകയില്ല. നമ്മൾ അനുവദിക്കും, അതിൽ അഭിരമിക്കും. നമ്മുടെ വർത്തമാന പത്രങ്ങൾ, സോഷ്യൽ മീഡിയയും രാജ്യാന്തരമായി കാണുന്ന പല പ്രവണതകളും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യനെ കൊണ്ട് പിശാചൻ പലതും ചെയ്യിക്കും. നോമ്പ് അതിനെതിരെയുള്ള വലിയ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നതാണ്. അത് ഉപയോഗിക്കണമെന്നാണ് സഭ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സർവാത്മന പറയുന്ന നോമ്പേ സ്വാഗതം, വെൽക്കം എന്ന് തന്നെ അതൊരു ആമുഖം സന്ദേശമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ തോന്നി, ഇത്രയും വൈദികരെ ഒന്നിച്ച് ഞായറാഴ്ച ഇവിടെ കണ്ടു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഈ 7 ദിവസം കൂടെ കൺവെൻഷൻ ഇവരെ ഇവിടെ എത്തിക്കണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞതിന് അത്തരത്തേക്കാൾ അവർക്ക് മനസ്സിലാക്കി. നമ്മളവർ വരും പറയുന്ന ആളുകൾ ആ സൗന്ദര്യമാണെന്നൊക്കെ പറയും. പക്ഷേ ഇന്ന് മൂങ്ങി ചേർത്ത ശനിയാഴ്ച വരാനിരിക്കരുത്, ഇവിടെ കാണണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു അറ്റൻഡൻസ് വെക്കാൻ കഴിഞ്ഞു വൈദികർക്ക്. ഞാൻ ആരും ഭീഷണിപ്പെടുത്താൻ പറഞ്ഞിട്ട് പറഞ്ഞിടരുത്. നമുക്കൊരു ഉത്സാഹം വേണം.
അവർക്ക് തന്നെ ചില തത്വങ്ങൾ വേണ്ടേ ജീവിതത്തിൽ. താൻ പോരുകയോടെ എനിക്കെല്ലാം അറിയാമെന്ന് ഞാൻ ചിന്തിച്ചാൽ ഞാൻ മഹാവിഡ്ഢിയാണ്. നിങ്ങളെക്കാൾ ഏതാണ്ട് കൂടിയാണ് ഞാൻ വിചാരിച്ചാൽ ഞാൻ മഹാമണ്ഡലാണ്. അങ്ങനെയാണ് ഈ പട്ടിക്കാട് കൺവെൻഷൻ വേദിയിൽ സമാധാനം, ആശ്വാസം, ദൈവവചനം ആഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും സമാധാനം ആശംസിക്കുന്നു. അഭിനന്ദനായ നമ്മുടെ ഇടവക മെത്രാപ്പോലീത്ത കുന്നംകുളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൊച്ചി ഭദ്രാസനത്തിൻ്റെ മക്കളാണ്. ഈ കൺവെൻഷന് 35 വർഷം ആയെങ്കിൽ കുന്നംകുളം ഭദ്രാസനത്തിനെ ഇവിടെ മാർത്തോമാ ശ്ലീഹ AD 52 സ്ഥാപിച്ച ആർത്താറ്റ് പള്ളി നമുക്ക് നമ്മൾ പറയും. മലങ്കര സഭയുടെ തന്നെ ആരംഭവും കുന്നംകുളവും തമ്മിലൊക്കെ ബന്ധമുണ്ട്. എന്നാൽ അത് ഭദ്രാസനങ്ങളായി തിരിഞ്ഞപ്പോൾ അത് കൊച്ചി ഭദ്രാസനത്തിൻ്റെ ഭാഗമായിട്ടാണ് 150 വർഷങ്ങൾ മുൻപ് പ്രവർത്തിച്ചത്. അതിൽ നിന്ന് കുന്നംകുളം ഒരു ഭദ്രാസനമായിട്ട് മാറിയിട്ട് 40 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇവിടെ വലിയ നോമ്പിൻ്റെ കൊത്തിനെ ഞായറാഴ്ചയിൽ, പേതൃത്വ ഞായറാഴ്ചയിലാണ് കൺവെൻഷൻ ആരംഭിക്കുന്നതെങ്കിൽ കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ നിങ്ങൾക്ക് പല മേഖലയായിട്ടൊന്നും തിരിക്കാനില്ല. എല്ലാം കൂടെ തിരിച്ചാൽ ഒരു മേഖലയുള്ളൂ. വളരെ ചെറിയ ഒരു ഭൂപ്രദേശമാണ്. ഭദ്രാസന കൺവെൻഷൻ വർഷങ്ങളായിട്ട് 3 നോമ്പിൻ്റെ ആരംഭത്തിൽ പേതൃത്വ ഞായറാഴ്ചയിൽ അവസാനിക്കുന്നത് പോലെയാണ്. ഇവിടെ പേതൃത്വയിൽ ആരംഭിക്കുന്നു, ഇവിടെ 3 നോമ്പിൻ്റെ പേതൃത്വ ഞായറാഴ്ചയിൽ അവസാനിക്കുന്നത് പോലെയാണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാവുള്ളൂ. നിങ്ങൾ കൺവെൻഷൻ കഴിഞ്ഞാൽ നല്ല ശാപ്പാടൊക്കെ കൊടുക്കും. ഇവിടെ അതുണ്ടോയെന്നറിയാൻ പാടില്ല, ഇല്ല. അപ്പോൾ ഈ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകൾ യഥാർത്ഥ വചനമാകുന്ന ഭക്ഷണം കഴിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കേട്ടത്. എന്നാലും ഇവരെ വെറുതെ വിടരുത്, അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കില്ലെന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് ഞങ്ങളൊരു ഭക്ഷണം കൂടെ കൊടുക്കും. അത് പേതൃത്വ ഞായറാഴ്ച അവർ 1.5 ഭക്ഷണം കൊടുക്കും. അപ്പോൾ നല്ല ആൾക്കൂട്ടമൊക്കെ ഉണ്ടാവുകയും സന്തോഷമായിട്ട് ഞങ്ങൾ തിരിയുകയും ചെയ്യാറുണ്ട്. ഇന്ന് ഈ പട്ടിക്കാട് കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. ആരാണ്ടൊക്കെ എന്നോട് ചോദിച്ചില്ല എന്താ പരിപാടിയും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പട്ടിക്കാട് കൺവെൻഷൻ. അപ്പോൾ ഈ സ്ഥലമൊന്നും അറിയാത്തവർ ചോദിച്ചു എന്തിനാ ഈ പട്ടിക്കാട്ടിലൊക്കെ പോകുന്നത്? ഒരു വേറെ അർത്ഥത്തിലാണ്. പക്ഷെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരു ദൈവകൃപയിൽ നമുക്ക് ഒന്നിച്ചു കൂടാൻ സാധിക്കുന്നു. പിതാവിനോടൊപ്പം വലിയ നോമ്പിൻ്റെ സന്ധ്യാനമസ്കാരം പുതിയ ക്രമം നമുക്ക് ഒന്നിച്ചാരംഭിക്കാൻ പറ്റും. തൻ്റെ ജനത്തെ എണ്ണരുതെന്നാണ് ദൈവത്തിൻ്റെ പ്രമാണം. എന്നാലും നമ്മൾ നോക്കിയാൽ ഒരു 1250 പേരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ഈ വേദിയിലുണ്ട്. എൻ്റെ സംഘാടകർ പറഞ്ഞു ഇതിനിയും കൂടിക്കൊണ്ടിരിക്കും. ഈ ദിവസങ്ങളിലൊക്കെ കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേരും. ഞാൻ മനസ്സിലാക്കുന്നത് അഭിയൊന്ന് തിരുമനസ്സുകൊണ്ട് ഒരാഴ്ച ഇവിടെ താമസിച്ച് ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. വൈദികരെല്ലാം അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുകയാണ്. കൺവെൻഷൻ എന്ന പദത്തിനെ കോൺവെനേറെ എന്നാൽ കൂടി വരവ് എന്ന പദത്തിന്റെ തന്നെ അർത്ഥം. എന്തിനാണ് നാം കൂടി വന്നിരിക്കുന്നത്? സൃഷ്ടാവിനെ സ്തുതിക്കുവാനാണ്.
ദൈവസ്തുതി നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഉയരുവാനാണ്. ഒപ്പം നമ്മുടെ മനസ്സിന് രൂപാന്തരം ഉണ്ടാകുവാനാണ്. കുട്ടികൾ സുന്ദരമായിട്ട് ഇവിടെ പാടുന്നു. എൻ്റെ ഒരു കസിൻ്റെ മകളും ആ കൂട്ടത്തിലുണ്ട്. ആരാധന ഞാൻ പറയുന്നത് വലിയ സന്തോഷമാണ്. നാം ഒന്നിച്ച് പാടുമ്പോൾ, ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത് ലോകത്തിന് മനസ്സിലാക്കുവാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ ഈ കൺവെൻഷൻ വളരെ അർത്ഥവ്യാപ്തി ഉള്ളതാണ്. ഈ വർഷം പ്രത്യേകം കൊടുത്തിരിക്കുന്നത് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പരിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യരോട് പറയുകയാണ്. 1 കൊരിന്ത്യ ലേഖനം 9-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. എനിക്കെന്റെ കർത്താവിനെ കുറിച്ച് പറയുക അത് എനിക്ക് അഭിമാനമാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. നിങ്ങൾക്കതൊരു പക്ഷേ ലജ്ജയായിട്ട് തോന്നിയേക്കാം. ഗമാലിയലിന്റെ പാഠപീഠത്തിലൊക്കെ ഇരുന്ന് പഠിച്ച മഹാപണ്ഡിതനായ തർശീഷിലെ യഹൂദൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെ ഒരു ഡിഗ്രിയാണ്. ഏറെ പഠനങ്ങളുള്ള വ്യക്തി, ഏറെ പ്രസിദ്ധിയുള്ള വ്യക്തി. അദ്ദേഹം അന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ റോമാക്കാരെ പിടിച്ച് യഹൂദന്മാരെ വിധിച്ച് പീലാത്തോസിന്റെ ആജ്ഞപ്രകാരം തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കിയ ഒരു മനുഷ്യനെ കുറിച്ച്, അവന്റെ ജീവിതത്തെക്കുറിച്ച്, അവന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ലജ്ജ കൂടാതെ പ്രസംഗിക്കുകയാണ്. ഇത് പറയുകയാണ്, സുവിശേഷം എനിക്ക് ലജ്ജയല്ല. ഞാൻ സുവിശേഷത്തിന് വേണ്ടി, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയാണ്. എന്തൊരു ധൈര്യമാണത്! നിങ്ങൾ എന്നെ കളിയാക്കാം, നിങ്ങൾ ഈ മനുഷ്യൻ എന്ത് പറ്റിയെന്ന് ചോദിക്കാം. ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കാനായിട്ട് നടന്ന ശൗലാണോ, ഇവനെ മാനസിക വിഭ്രാന്തിയാണോ എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷേ എനിക്ക് സുവിശേഷം പറയുന്നതിന് ലജ്ജയില്ല. കാരണം അത് മാത്രമാണ് ജീവന്റെ വഴി എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുവാൻ, സുവിശേഷം ആയിത്തീരുവാൻ നമുക്ക് സാധിക്കും. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക.